ഇന്ത്യയുടെ പച്ചപ്പിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ അർജുൻ എന്നു പേരുള്ള ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. ആന്തരിക സമാധാനത്തിൻ്റെയും വ്യക്തിഗത വളർച്ചയുടെയും രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ തേടി അവിടെ എത്തി. ശാന്തമായ ഒരു സായാഹ്നത്തിൽ പ്രിയ എന്ന യുവതി മാസ്റ്റർ അർജുനെ സമീപിച്ചു. അവളുടെ കണ്ണുകളിൽ കൗതുകത്തോടെ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളാൽ തളർന്നുപോയ പ്രിയ അരാജകത്വങ്ങൾക്കിടയിൽ എങ്ങനെ സമാധാനം കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം തേടി. മാസ്റ്റർ അർജുൻ പ്രിയ തുടങ്ങി. അവളുടെ സ്വരത്തിൽ അനിശ്ചിതത്വം നിറഞ്ഞു. ഞാൻ നിരന്തരം പരിശ്രമിക്കുന്നതായും എന്നാൽ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുന്നതായും എനിക്ക് തോന്നുന്നു. എങ്ങനെ വിട്ടയച്ച് സമാധാനം കണ്ടെത്താമെന്ന് എന്നെ പഠിപ്പിക്കാമോ? ഒരു സൗമ്യമായ പുഞ്ചിരിയോടെ മാസ്റ്റർ അർജുൻ പ്രിയയെ തൻ്റെ ശാന്തമായ സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്തു. വിട്ടയക്കാനുള്ള കലയ്ക്കുള്ളിൽ കിടക്കുന്ന കാലാതീതമായ ജ്ഞാനം പകരാൻ തയ്യാറായി. പ്രിയ, മാസ്റ്റർ അർജുൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശബ്ദം ശാന്തവും എന്നാൽ ജ്ഞാനം നിറഞ്ഞതുമാണ്. വിടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ അഗാധമായ പരിവർത്തനം കൊണ്ടുവരാൻ കഴിയുന്ന ശക്തമായ ഒരു പരിശീലനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിർത്തുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കട്ടെ. ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു. ബാഹ്യമൂല്യനിർണ്ണയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ ബാഹ്യമൂല്യനിർണ്ണയത്തിൻ്റെ ആവശ്യകതയിൽ നിന്ന് നിങ്ങൾ സ്വയം മോചിതനാകുമെന്ന് മാസ്റ്റർ അർജുൻ നിരീക്ഷിച്ചു. നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, അദ്ദേഹം വിശദീകരിച്ചു. ആധികാരികമായി സ്വയം ആയിരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആന്തരിക സമാധാനത്തിൻ്റെ ശാന്തതയുടെയും ആവശ്യം. ആവലാതികളും ആശങ്കകളും ഉപേക്ഷിക്കുന്നത് ആന്തരിക സമാധാനത്തിൻ്റെ ആഴത്തിലുള്ള ബോധം കൊണ്ടുവരുന്നു. മാസ്റ്റർ അർജുൻ പ്രിയയെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ ഫലങ്ങളോടുള്ള ആസക്തി ഉപേക്ഷിക്കുകയും ജീവിതത്തിൻ്റെ ഒഴുക്കിന് കീഴടങ്ങുകയും ചെയ്യുമ്പോൾ കുഴപ്പങ്ങൾക്കിടയിൽ നിങ്ങൾ ശാന്തത കണ്ടെത്തുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഉയർന്ന സർഗാത്മകതയും പ്രചോദനവും. നിങ്ങൾ കരുതുന്നത് നിർത്തുമ്പോൾ പുതിയ സാധ്യതകളിലേക്കും പ്രചോദനങ്ങളിലേക്കും നിങ്ങൾ സ്വയം തുറക്കും. മാസ്റ്റർ അർജുൻ കുറിക്കും. പരിപൂർണതയും പരാജയഭയവും ഉപേക്ഷിക്കുന്നത് സർഗാത്മകതയെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുകയും പുതിയ ആശയങ്ങളിലേക്കും പുതുമകളിലേക്കും നയിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. മറ്റുള്ളവരുമായുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ. ഉപരിതലമായ വിധിന്യായങ്ങളെ ശ്രദ്ധിക്കുന്നത് നിർത്തുമ്പോൾ ആന്തരിക ബന്ധങ്ങൾ തഴച്ചു വളരുന്നു. മാസ്റ്റർ അർജുൻ നിരീക്ഷിച്ചു. നിങ്ങൾ ഭാവങ്ങളും മുഖംമൂടികളും ഉപേക്ഷിക്കുമ്പോൾ പരസ്പര ബഹുമാനത്തിൻ്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ യഥാർത്ഥ ബന്ധങ്ങളെ ക്ഷണിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വെല്ലുവിളികളെ നേരിടുന്നതിൽ കൂടുതൽ പ്രതിരോധം. വിടുന്നത് പ്രതിരോധശേഷിയും ശക്തിയും വർദ്ധിപ്പിക്കുന്നു. മാസ്റ്റർ അർജുൻ പ്രിയയ്ക്ക് ഉറപ്പ് നൽകി. നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിർത്തുമ്പോൾ വെല്ലുവിളികളും തിരിച്ചടികളും കൃപയോടും ധൈര്യത്തോടും കൂടി കൈകാര്യം ചെയ്യാൻ നിങ്ങളെ കൂടുതൽ സജ്ജരാക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വർത്തമാന നിമിഷത്തിൽ ജീവിക്കുന്നു. നിങ്ങൾ കരുതുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ വർത്തമാന നിമിഷത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. മാസ്റ്റർ അർജുൻ പറഞ്ഞു. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളോ ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപമോ ഉപേക്ഷിക്കുന്നത് ഇവിടെയും ഇപ്പോഴുമുള്ള ജീവിതത്തിൻ്റെ സമൃദ്ധി പൂർണ്ണമായി അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആധികാരികതയും സ്വയം സ്വീകാര്യതയും. വിടുന്നത് സ്വയം സ്വീകാര്യതയുടെ ആഴത്തിലുള്ള ബോധം വളർത്തുന്നു. മാസ്റ്റർ അർജുൻ നിരീക്ഷിച്ചു. സാമൂഹിക പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം സ്വീകരിക്കുകയും ഭയമോ ലജ്ജയോ കൂടാതെ ആധികാരികമായി ജീവിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വർദ്ധിച്ച സന്തോഷവും സംതൃപ്തിയും. ചിന്തകളിൽ നിന്നുള്ള മോചനം കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. മാസ്റ്റർ അർജുൻ പ്രഖ്യാപിച്ചു.
ഭൗതിക സ്വത്തുക്കളുമായി ബാഹ്യ നേട്ടങ്ങളുമായുള്ള ആസക്തി ഉപേക്ഷിക്കുമ്പോൾ ലളിതമായ നിമിഷങ്ങളിലും അനുഭവങ്ങളിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തുമെന്ന് അദ്ദേഹം കുറിച്ചു. ശാക്തീകരണവും ആത്മവിശ്വാസവും പോകാൻ അനുവദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിയന്ത്രണം വീണ്ടെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. മാസ്റ്റർ അർജുൻ പ്രിയയെ ആശ്വസിപ്പിച്ചു. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനോ ബാഹ്യ നിലവാരം പുലർത്തുന്നതിനോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിർത്തുമ്പോൾ ആത്മവിശ്വാസത്തോടെയും നിങ്ങൾ സ്വന്തം ശക്തിയിലേക്ക് ചുവടുവയ്ക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആന്തരിക മൂല്യങ്ങളോടും ഉദ്ദേശ്യങ്ങളോടും വിന്യാസം. നിങ്ങൾ കരുതുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ആന്തരിക മൂല്യങ്ങളോടും ഉദ്ദേശ്യങ്ങളോടും നിങ്ങൾ യോജിക്കുന്നു, മാസ്റ്റർ അർജുൻ പറഞ്ഞു. സാമൂഹിക സമ്മർദ്ദങ്ങൾ ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നിങ്ങളെ അനുവദിക്കുകയും കൂടുതൽ സംതൃപ്തവും അർത്ഥപൂർണവുമായ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. വളർച്ചയ്ക്കും പരിവർത്തനത്തിനുമുള്ള അവസരങ്ങൾ വിടുന്നത് വളർച്ചയ്ക്കും പരിവർത്തനത്തിനുമുള്ള വാതിൽ തുറക്കുന്നു. മാസ്റ്റർ അർജുൻ പ്രിയയ്ക്ക് ഉറപ്പ് നൽകി. നിങ്ങൾ പഴയ പാറ്റേണുകളോടും വിശ്വാസങ്ങളോടും അറ്റാച്ച്മെൻറ്റ് വിടുമ്പോൾ പുതിയ അനുഭവങ്ങൾക്കും വ്യക്തിഗത പരിണാമത്തിനുമുള്ള അവസരങ്ങൾക്കും നിങ്ങൾ ഇടം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. നിങ്ങളുടെ യഥാർത്ഥ സാധ്യതകൾ അഴിച്ചുവിടുന്നു. ആത്യന്തികമായി നിങ്ങൾ കരുതുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സാധ്യതകൾ നിങ്ങൾ അഴിച്ചുവിടുന്നു, മാസ്റ്റർ അർജുൻ ഉപസംഹരിച്ചു. കരുതലുകളും ആശങ്കകളും ഉപേക്ഷിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അനന്തമായ സാധ്യതകളിലേക്കും മാന്ത്രികതയിലേക്കും അവൾ സ്വയം തുറക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നിലും പ്രപഞ്ചത്തിലും വിശ്വസിക്കാൻ അദ്ദേഹം പ്രിയയെ പ്രേരിപ്പിച്ചു. മാസ്റ്റർ അർജുൻ തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ പ്രിയയ്ക്ക് ഒരു സമാധാനവും വ്യക്തതയും തോന്നി. പുതുക്കിയ നിശ്ചയദാർഢ്യത്തോടെ ഉപേക്ഷിക്കാനുള്ള സമ്പ്രദായം സ്വീകരിക്കുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. അവൾ കരുതുന്നത് നിർത്തുമ്പോൾ വെളിപ്പെടുത്തുന്ന അത്ഭുതകരമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു. അതിനാൽ മാസ്റ്റർ അർജുൻ്റെ മാർഗനിർദ്ദേശപ്രകാരം പ്രിയ സ്വയം കണ്ടെത്തലിൻ്റെയും വിമോചനത്തിൻ്റെയും ഒരു യാത്ര ആരംഭിച്ചു. കരുതലുകളും ആശങ്കകളും ഉപേക്ഷിക്കുന്നതിലൂടെ സന്തോഷവും പൂർത്തീകരണവും അനന്തമായ സാധ്യതകളും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ തനിക്ക് കഴിയുമെന്ന് അവൾ മനസ്സിലാക്കി. If you love to watch this video, you can like, share and subscribe.